നമസ്കാരം. വളരെ വിലപ്പെട്ട ഒരു വിവരം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. നിങ്ങളെന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. മാർച്ച് 9 നമുക്ക് എല്ലാവർക്കും ഒരു മെയിൽ കിട്ടിയിട്ടുണ്ടാകും, പ്രത്യേകിച്ച് മോണിറ്റൈസ്ഡ് ആയ ചാനലുകൾക്കെല്ലാം. അത് ആഡ്സെൻസിൻ്റെ പുതിയ ടാക്സ് നിയമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു മെയിലാണ്. അതിലൊരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, അത് നമ്മൾ ഫില്ല് ചെയ്ത് അയച്ചു കൊടുക്കണം. അത് മെയ് 31 മുമ്പ് അവിടെ കിട്ടിയില്ല എങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ 24% അവർ കട്ട് ചെയ്യും. അതാണ് വളരെ വിലപ്പെട്ട ഒരു ഇൻഫർമേഷൻ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അത് ഒരു 8ന്റെ പണിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ നടത്തിക്കൊണ്ടുവരുന്ന എല്ലാ യൂട്യൂബേഴ്സിനും അത് മുന്നോട്ട് അത് ഫോം എങ്ങനെ ഫില്ല് ചെയ്യാമെന്നുള്ളത് ഞാൻ വിശദമായിട്ട് ഇവിടെ കാണിച്ചു തരാം. നിങ്ങളെല്ലാവരും ഈ വിവരം മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. ഇപ്പോൾ മോണിറ്റൈസ്ഡ് ആയി വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നവരും അതുപോലെ തന്നെ മോണിറ്റൈസ്ഡ് ഇപ്പോൾ ആയവരും ഇനി മോണിറ്റൈസ്ഡ് ആവാൻ ഇരിക്കുന്നവർക്കും ഒക്കെ ഇത് വളരെ വിലപ്പെട്ട ഒരു ഇൻഫർമേഷനാണ്. നിങ്ങളിത് എങ്ങനെ ചെയ്യണം എന്ന് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം. അത് മാത്രമല്ല, US പുറത്ത് ഉള്ളവർക്കാണ് ഇത് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. മെയ് 31 മുമ്പ് നമ്മളിത് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് അപ്പോഴും ചെറിയൊരു ടാക്സ് അവർ കട്ട് ചെയ്യും. അതായത് US ഉള്ള ആളുകൾ നമ്മുടെ വീഡിയോ കാണുകയാണെങ്കിൽ അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റിൽ നിന്ന് വരുന്ന വരുമാനത്തിൻ്റെ ഒരു ചെറിയ അംശം, ഏകദേശം ഒരു 15% അവർ കട്ട് ചെയ്യും. അത് വലിയൊരു കൂടുതലായിരിക്കത്തില്ല. കാര്യം മറിച്ച് നമ്മളിത് സബ്മിറ്റ് ചെയ്തില്ല എങ്കിൽ നമ്മൾക്ക് വരുന്ന വരുമാനത്തിൻ്റെ 24% കട്ട് ചെയ്യും. ബെറ്റർ നമ്മളെല്ലാവരും തന്നെ ഈ ഇൻഫർമേഷൻ കിട്ടിയാലുടൻ നമുക്ക് ഈ ഫോം കിട്ടിയവരെല്ലാവരും ഉടൻ തന്നെ അത് സബ്മിറ്റ് ചെയ്യുക. നമ്മുടെ യൂട്യൂബിനും നമ്മുടെ ചാനലിനും ഏറ്റവും നല്ലത് അത് തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ ഇത് കാണണം. കാരണം ഞാൻ ഈ ഫോം ഫില്ല് ചെയ്യുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളെ വളരെ വിശദമായിട്ട് കാണിച്ചു തരാം. മാത്രമല്ല, എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിനെക്കുറിച്ച് ഞാൻ ഇതിൻ്റെ ലിങ്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതും പോസ്റ്റ് ചെയ്തേക്കാം. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ കാണുക. മാക്സിമം നമ്മുടെ കൂട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി നമ്മളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിലോട്ട് ശ്രദ്ധിക്കുക. ആഡ്സെൻസിൻ്റെ ടോപ്പ് പേജ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു മെസ്സേജ് എല്ലാവർക്കും വന്നിട്ടുണ്ടാകും. അതിൽ നമ്മൾ ഈ മാനേജ് ടാക്സ് ഇൻഫോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ മാനേജ് ടാക്സ് ഇൻഫോമിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് താഴോട്ട് പോകുമ്പോൾ മാനേജ് ടാക്സ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വരും. ഇനി ആഡ് ടാക്സ് ഇൻഫോയിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ തുറന്നു വരും. അപ്പോൾ നമ്മൾ അവിടെ നമ്മുടെ ഇമെയിൽ ID പാസ്വേഡ് അവിടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്തു. അപ്പോൾ നമുക്കിങ്ങനെ തുറന്നു വരും. ഇനി നമ്മുടെ വരുന്നത് നമുക്ക് കൊടുക്കേണ്ടത് ഇൻഡിവിജ്വൽ എന്നുള്ള ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻഡിവിജ്വൽ കൊടുത്തു. ഇനി നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. അടുത്തത് വരുന്നത് നമ്മൾ US സിറ്റിസൺ ആണോ എന്നാണ്. നമ്മളല്ലാത്തത് കൊണ്ട് നോ കൊടുക്കുന്നു. വീണ്ടും നെക്സ്റ്റ്. അപ്പോൾ നമുക്കൊരു ടാക്സ് ഫോം ഇവിടെ വന്നു. അതിൽ 2 എണ്ണം ഉണ്ട്. ഒന്ന് ഇൻഡിവിജ്വലും മറ്റേത് ബിസിനസ്സുമാണ് രണ്ടാമത് കിടക്കുന്നത്. നമുക്ക് ആദ്യം കിടക്കുന്നത് കൊടുക്കാം, നമ്മൾ ഇൻഡിവിജ്വൽ ആയതുകൊണ്ട്. എന്നിട്ട് നമ്മളിവിടെ പോയിട്ട് സ്റ്റാർട്ട് WHBEN ഫോമിൽ ക്ലിക്ക് ചെയ്യണം. ആ ഫോമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു പേജ് കിട്ടും. അപ്പോൾ അവിടുന്ന് താഴോട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ പേരോ അല്ലെങ്കിൽ നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ കൊടുത്തേക്കുന്ന പേരോ അവിടെ എഴുതി വരും. താഴോട്ട് നമ്മൾ വരുമ്പോൾ കൺട്രി ഓഫ് സിറ്റിസൺ എന്നുള്ളൊരു കോളം വരും. അവിടെ നമ്മൾ ഒരു ബാറുണ്ട്, താഴോട്ടുള്ളൊരു ആരോ കാണിച്ചിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ എല്ലാ രാജ്യങ്ങളുടെ പേരും അവിടെ കാണിക്കും. ഇവിടെ നമ്മൾ ഏത് സിറ്റിസൺ ആണോ ആ രാജ്യം ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യണം. ഞങ്ങൾ അയർലൻഡ് ആയതുകൊണ്ട് ഇപ്പോൾ അയർലൻഡ് ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. ഞാനിവിടെ അയർലൻഡ് സെലക്ട് ചെയ്തു. നിങ്ങൾ ഇന്ത്യ ഉള്ളവർ ഇന്ത്യ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഏത് രാജ്യക്കാരാണെങ്കിൽ അവിടെ അത് സെലക്ട് ചെയ്യുക. നമ്മൾ കൺട്രി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാക്സ് പെയർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, അതായത് ഫോറിൻ ടിൻ എന്ന് പറയും, TIN, അതാണ് ടാക്സ് പെയർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. അത് വരും. അയർലൻഡിൽ PPS നമ്പറാണ് അത് അടിക്കേണ്ടത്. ഓരോ രാജ്യത്തിനും അതിൻ്റേതായ ഒരു നമ്പർ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും കാണും ആ നമ്പർ, അതാണ് അടിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ ആരാണെന്നും നമ്മളുടെ ടാക്സ് സിറ്റുവേഷൻ എന്താണെന്നും അവർക്കറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ നമ്പർ. ഞാൻ നെക്സ്റ്റ് അടിച്ചു. അപ്പോൾ ഇവിടെ WHBEN ടാക്സ് ഫോം വീണ്ടും ഒരെണ്ണം വന്നിട്ടുണ്ട്. അതാണ്ട് ഇങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഇത് നമ്മുടെ കറക്റ്റായിട്ടുള്ള അഡ്രസ്സും ഡീറ്റെയിലും ഇതിനകത്ത് എഴുതി കൊടുക്കുക. കൺട്രി കോഡും എല്ലാം അടിച്ചു കൊടുക്കണം. അപ്പോൾ അത് ഞാനിവിടെ ചെയ്യാൻ പോവുകയാണ്. പേഴ്സണൽ ഡീറ്റെയിൽ ആയതുകൊണ്ട് നിങ്ങളെ കാണിക്കുന്നില്ല.
എൻ്റെ അഡ്രസ്സെല്ലാം ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു. എൻ്റെ മെയിലിംഗ് അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സും ഒന്ന് തന്നെ ആയതുകൊണ്ട് ഇനി അടുത്ത നെക്സ്റ്റ് അടിക്കുക. മൂന്നാമത്തത് ടാക്സ് ട്രീറ്റിയാണ്. നമ്മുടെ രാജ്യം ടാക്സ് ട്രീറ്റീസിൻ്റെ അണ്ടറിൽ വരുമോ എന്നറിയുന്നതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഒരു കാര്യം കൂടെ ഓർമ്മിച്ചോട്ടെ, നമ്മൾ അയർലൻഡിൽ PPS നമ്പർ കൊടുക്കുന്നത് പോലെ ഇന്ത്യക്ക് കൊടുക്കേണ്ടത് നമ്മുടെ പാൻ കാർഡ് ഡീറ്റെയിൽ ആണ്. അയർലൻഡും ഇന്ത്യയും ഒക്കെ US ടാക്സ് ട്രീറ്റിയുടെ അണ്ടറിൽ വരുന്നത് കൊണ്ട് നമുക്ക് S ആണ് ഇവിടെ കൊടുക്കേണ്ടത്. S കൊടുത്തിട്ട് നമ്മൾ താഴെയുള്ള ബോക്സ് ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യുക. ഞാനിവിടെ അയർലൻഡ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് താഴോട്ട് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണോ ആ ബോക്സ് ക്ലിക്ക് ചെയ്യണം. നമുക്കിവിടെ AdSense ആണ്. അപ്പോൾ നമ്മളിത് AdSense ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ആർട്ടിക്കിൾ ആൻഡ് പാരഗ്രാഫ് എന്നൊരു ഇത് വരും. അവിടെ താഴോട്ടൊരു ആരോ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആർട്ടിക്കിൾ 7 സെലക്ട് ചെയ്യുന്നു. നമ്മൾ റൈറ്റിലൊരു വിത്ത് ഹോൾഡിംഗ് റേറ്റ് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് അവിടെ ഒരു 0% ഉണ്ട്, നമ്മൾ ആ 0% ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് താഴെ ഇതുപോലൊരു ബോക്സ് വരും, അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ തൊട്ട് താഴെ മറ്റൊരു ബോക്സ് ഉണ്ട്, അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. വീണ്ടും നമുക്ക് ആർട്ടിക്കിൾ ആൻഡ് പാരഗ്രാഫ് എന്നൊരു ഓപ്ഷൻ വീണ്ടും താഴെ വരുന്നുണ്ട്, അത് നമ്മൾ കൊടുക്കുക. അപ്പോൾ ആർട്ടിക്കിൾ 12 ആൻഡ് പാരഗ്രാഫ് 1 അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അടുത്ത നമ്മൾ വിത്ത് ഹോൾഡിംഗ് റേറ്റ് സെലക്ട് ചെയ്യുന്നു. അവിടെ നമുക്ക് 0 ആണ് കാണിക്കുന്നത്, 0% ആണ്, അത് സെലക്ട് ചെയ്തു. എനിക്ക് തോന്നുന്നത് ഇന്ത്യക്ക് അത് 15% ആണെന്നാണ് തോന്നുന്നത്. ഏതായാലും നിങ്ങൾക്ക് കാണിക്കുന്നത് ഏറ്റവും ചെറിയതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, ഏറ്റവും ചെറിയ പെർസെൻറ്റേജിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് താഴോട്ട് ഇതുപോലെ വരുന്നുണ്ട്. അതിനകത്ത് 2 കോളമുണ്ട്, അത് ടിക്ക് ചെയ്യുക. തൊട്ട് താഴെയുള്ളത് ക്ലിക്ക് ചെയ്യുക. വീണ്ടും നമുക്ക് ആർട്ടിക്കിൾ ആൻഡ് പാരഗ്രാഫ് വരുന്നുണ്ട്, നമ്മളവിടെ കൊടുക്കുന്നു. വീണ്ടും ആർട്ടിക്കിൾ 12 ആൻഡ് പാരഗ്രാഫ് 1 സെലക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ റൈറ്റ് സൈഡിലും വിത്ത് ഹോൾഡിംഗ് റേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ വിത്ത് ഹോൾഡിംഗ് റേറ്റ് 0% വന്നിട്ടുണ്ട്, അത് നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം താഴെ കാണുന്ന ഈ ബോക്സ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നു. അങ്ങനെ നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ ഒരു ഡോക്യുമെൻറ്റ് പ്രിവ്യൂ വരും. അത് നമ്മൾ കൊടുത്തിട്ട് നേരെ എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം, നമ്മൾ കൊടുത്തേക്കുന്ന എല്ലാം ശരിയാണോ എന്ന്. ഇതുപോലെ ഇങ്ങനെ നമുക്ക് കിട്ടും. ഇതൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കണം നമ്മൾ. അപ്പോൾ നമ്മുടെ ഈ ഐ കൺഫേം ദാറ്റ് ഈ മുകളിൽ കൊടുത്തേക്കുന്ന എല്ലാം ശരിയാണെന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. പിന്നീട് താഴെയുള്ള നെക്സ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ താഴെയുള്ള സർട്ടിഫിക്കേഷനിൽ വന്ന് നിൽക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ പേരെഴുതേണ്ട സ്ഥലമുണ്ട്, അത് നമ്മളിവിടെ കൊണ്ടുവെക്കുക. നമ്മുടെ പേരെഴുതി കൊടുക്കണം. ഈ പേര് നമ്മൾ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഔദ്യോഗിക രേഖകളിൽ കൊടുത്തേക്കുന്ന അതേ പേര് തന്നെ ആയിരിക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ പാൻ കാർഡിൽ ഏത് പേരാണോ കൊടുത്തിരിക്കുന്നത് അത് കൊടുക്കുക. ഞങ്ങളിവിടെ PPS നമ്പറിൽ കൊടുത്തിരിക്കുന്ന പേരാണ് എഴുതാൻ പോകുന്നത്. നമ്മളങ്ങനെ പേരെഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് യെസ് ഐ ആം ദ പേഴ്സൺ എന്നുള്ളിടത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നമ്മൾ നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ നമ്മൾ നോ എന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് താഴെയുള്ള ആ ബോക്സിൽ ടിക്ക് കൊടുക്കുക. ഈ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ താഴോട്ട് വരുമ്പോൾ നമ്മൾ ആഡ്സെൻസിൽ നിന്ന് ഇതുവരെ ഏതെങ്കിലും പൈസ റിസീവ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. റിസീവ് ചെയ്യാത്തവർ ആദ്യത്തത് സെലക്ട് ചെയ്യുക. ഞാനിതുവരെ റിസീവ് ചെയ്യാത്തതുകൊണ്ട് ആദ്യം സെലക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പേയ്മെൻറ്റ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഈ ഫോം നമ്മൾ സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. നമ്മുടെ കൊടുത്ത സംഭവങ്ങളെല്ലാം വന്ന് അപ്രൂവ് ആയി താഴെ വരും. അത് കഴിയുമ്പോൾ എനിക്കിവിടെ നമ്മൾ കാണിച്ചേക്കുന്നത് കണ്ടോ 0% ആണ് വന്നേക്കുന്നത്, എല്ലാം ക്ലെയിം ചെയ്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന ഈ ഡീറ്റെയിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ തൊട്ട് താഴെ സബ്മിറ്റ് എ ന്യൂ ഫോം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആദ്യം തൊട്ട് ഇത് ചെയ്തു വരാവുന്നതാണ്. അയർലൻഡിന് ഇത് 0% ആണ് എല്ലാം കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇന്ത്യക്ക് 15% ഉണ്ടായിരിക്കുമെന്നാണ്. എന്തായാലും മെയ് 31 വരെ സമയമുണ്ട്. അതിനകത്ത് നിങ്ങൾ ഈ ഫോം സബ്മിറ്റ് ചെയ്താൽ മതി. അതുകൊണ്ട് ധൃതി പിടിക്കേണ്ട. എല്ലാവരും കൃത്യമായിട്ട് വീഡിയോ കണ്ട് ഇതുപോലെ ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. നിങ്ങൾ എല്ലാവരും ഈ ഫോം സബ്മിറ്റ് ചെയ്യണം ഉടനെ തന്നെ. അതുപോലെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ. ഇതുപോലുള്ള കൂടുതൽ വിവരങ്ങളും അപ്ഡേറ്റുകളും അതുപോലെ നല്ല നല്ല സംഭവങ്ങളുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.